എല്ലാവർക്കും നമസ്കാരം. ടെൽബ്രെയിൻ ബുക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു പ്രസാധക സംരംഭമാണ്. കഴിഞ്ഞ കൊറോണ കാലത്ത് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച ഒരു ചെറിയ സംരംഭം. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന കുറേ പുസ്തകങ്ങളിലൊന്നായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പുസ്തകം. അത് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കണം എന്നായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു, അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ പിന്നീട് വന്ന നമുക്കറിയാം, കോവിഡിൻ്റെ ഒരു വലിയൊരു അതിപ്രസരം ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങൾ കാരണം നമുക്കത് നടന്നില്ല. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം വീണ്ടും ആ എഴുതി വെച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കൊരു പുസ്തകം ചെയ്യണമെന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് റഫീഖ് പെരുമുക്ക് ആ ഒരു ജനനായകൻ എന്ന് പറഞ്ഞ് സാറിൻ്റെ ഈ ഒരു പുസ്തകം പൂർത്തിയാക്കുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ ഇതിനകം വന്നിട്ടുണ്ട്. അതായത് കാലം സാക്ഷി, അദ്ദേഹത്തിൻ്റെ ആത്മകഥ വന്നു, നിരവധി പുസ്തകങ്ങൾ. ഈ വേദിയിൽ തന്നെ 4 or 5 പുസ്തകങ്ങൾ ഈ ഒരു പുസ്തകോത്സവത്തിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷാർജയിൽ പ്രകാശനം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വന്നു ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ. അതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു ജനസേവകൻ, ഒരു ജനനായകൻ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ അദ്ദേഹം ഈ ജനങ്ങളോട് കാണിച്ച സ്നേഹവും ആദരവും സേവനങ്ങളുമൊക്കെ എത്ര കണ്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ഈ ചുരുങ്ങിയ കാലത്തിൽ തന്നെ ഇത്ര പുസ്തകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വന്നു എന്നുള്ളൂ. ഇനിയും എത്രയോ വരാനിരിക്കുന്നു. ഓരോ എഴുത്തുകാരനും ഓരോ കാഴ്ചപ്പാടുകളും ഓരോ വീക്ഷണങ്ങളുമാണ് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ നിന്ന് ഈ ജനനായകൻ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന് എന്താണ് ഒരു മാറ്റം, എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ജനങ്ങൾക്ക് കൊടുത്ത സ്നേഹം, ആദരവ്, അതൊക്കെ വളരെ സ്പഷ്ടമായി, വളരെ ലളിതമായി, അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു വിദ്യാർത്ഥിക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് എഴുതിയിട്ടുണ്ട് റഫീഖ് പെരുമുക്ക് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ക്രോഡീകരിച്ച് ഒരു 152 പേജുകളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി ഒരുപാട് വളരെ അപൂർവമായ ഫോട്ടോകൾ ശേഖരിച്ച് ആ ഫോട്ടോകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ പുസ്തകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനനായകൻ എന്ന് പറയുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു ചെറിയ ചിത്രം, ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത കാലഘട്ടത്തെക്കുറിച്ച് ഒരു ചെറിയ രൂപം നമുക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പറയുന്നത് എന്താ വെച്ചാൽ, ചെറിയ പ്രസാധകരായതുകൊണ്ട് തന്നെ പറയുകയാണ്, വായനക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്ന 241 സ്റ്റാളിൽ ടെൽബ്രെയിൻ ബുക്സ്, അവിടെയാണ് ഈ പുസ്തകം ഉള്ളത്. അപ്പോൾ ഈ പ്രകാശനം കഴിഞ്ഞാൽ ഈ പുസ്തകം എല്ലാവരും ഓരോന്ന് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഇത്രയും വലിയ മേളയാണെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പ്രസാധകർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചടങ്ങിലേക്ക് ആരംഭം കുറിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA എൽദോസ് കുന്നപ്പള്ളി അവർകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് K. ജയകുമാർ സാറാണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 5 മിനിറ്റിനകം ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മുൻ ചീഫ് സെക്രട്ടറിയാണ്. അതുമാത്രമല്ല, മലയാളം സർവകലാശാല വൈസ് ചെയർമാൻ ആയിരുന്നു. അതുപോലെ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ ഭരണ രംഗത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച വലിയൊരു പരിചയവും സമ്പത്ത് ജയകുമാർ സാറിനുണ്ട്. അതിലുപരി നല്ലൊരു കവിയാണ്, ഗാനരചയിതാവാണ്, എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ പുസ്തകം ഇന്നിവിടെ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്, ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഇല്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സാറാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണത്തിന് എത്താമെന്ന് ഏറ്റിട്ടുള്ളത് ബഹുമാനപ്പെട്ട MLA മാത്യു കുഴൽനാടൻ സാറാണ്. അദ്ദേഹത്തെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എത്തില്ല എന്ന് അറിയിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം പരിപാടി കഴിയുന്നതിന് മുമ്പ് എത്തുന്നുണ്ടാവാം. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതുപ്പള്ളിയിലൊക്കെ പോയിരുന്നു. അപ്പോൾ പുതുപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ പോയ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ കാണാം, തിരുവനന്തപുരത്ത് വീടുണ്ടെങ്കിലും പുതുപ്പള്ളിയിലാണല്ലോ അദ്ദേഹം. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയാണ്, അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതിർന്ന സഹോദരിയെ കണ്ടു. വീട്ടിൽ പോയി ഒരുപാട് ഫോട്ടോ കിട്ടി. അലക്സ് വി ചാണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരനെ കണ്ടു. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് കളക്ട് ചെയ്തു. നാട്ടുകാരൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഒരു പുസ്തകത്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ ഒരു വലിയൊരു ടീം തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്താണ്, പുതുപ്പള്ളി എന്താണെന്ന് ശരിക്കും അനുഭവിച്ചറിഞ്ഞു ആ ദിവസങ്ങളിൽ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രതിനിധി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ കാലം സാക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നമ്മളോടൊപ്പം ഇന്നിവിടെ എത്തിയുള്ള വിശിഷ്ടാതിഥി അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ മറിയ ഉമ്മനാണ്. അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രന്ഥകാരൻ റഫീഖ് പെരുമുക്ക്, ഈ 3 വർഷം അദ്ദേഹം ടെൽബ്രെയിൻ ബുക്സിൻ്റെ ചെയർമാനും കൂടിയാണ്. അപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഈ ഒരു പ്രസാധനം കമ്പനി ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ലാഭം കിട്ടുന്ന ഒരുപാട് ബിസിനസ് ഉണ്ട് ഇവിടെ. ഈ 3 വർഷമായിട്ട് 5 പൈസ ലാഭമില്ല ഈ ഒരു പ്രസാധനം, ഈ ഒരു ഇത് നടത്തുന്നുണ്ട്. അക്ഷരങ്ങളോടുള്ളൊരു സ്നേഹവും അല്ലെങ്കിൽ എന്താ പറയുക, പുസ്തകത്തോടുള്ളൊരു പ്രണയമൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നിട്ടുള്ളത്. 3 വർഷമായി തുടങ്ങിയിട്ട് 83ഓളം ടൈറ്റിൽ ഇതുവരെ നമ്മൾ പ്രസിദ്ധീകരിച്ചു. പലതും അത്യാവശ്യം വിറ്റ് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ലാഭം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കച്ചവടം എന്നുള്ള മനോഭാവമല്ല, പുസ്തകങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് റഫീഖ് ഈ ഒരു രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നല്ല മനസ്സിന് ഇപ്പോൾ അദ്ദേഹം പ്രസാധകൻ മാത്രമല്ല, ഒരു എഴുത്തുകാരന് കൂടിയാണ്. അപ്പോൾ റഫീഖ് പെരുമുക്കിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി അധ്യക്ഷ സ്ഥാനത്തേക്ക് എൽദോസ് കുന്നപ്പള്ളി അവർകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഏറെ ബഹുമാനായ ഗവൺമെൻറ്റിൻ്റെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അവർകൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്ന മുൻ ചീഫ് സെക്രട്ടറി പ്രഗത്ഭനായ ശ്രീ കെ ജയകുമാർ IAS, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളും നമുക്കേറെ പ്രിയങ്കരിയുമായ ഡോക്ടർ മറിയ ഉമ്മൻ, ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരൻ ശ്രീ റഫീഖ് പെരുമുക്ക്, ടെൽബ്രെയിൻ ബുക്സിൻ്റെ എഡിറ്റർ സ്വാഗതപ്രാസംഗികൻ ശ്രീ കെ മണികണ്ഠൻ, മറ്റ് ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, റഫീഖ് പെരുമുക്ക് എഴുതിയ ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ചുള്ള ജനനായകൻ എന്ന് പറയുന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS നിർവഹിക്കാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് ആർക്കും ഒരു കാര്യം പോലും തെറ്റായി പറയുവാനോ പ്രചരിപ്പിക്കാനോ കഴിയില്ല. ഉമ്മൻചാണ്ടി സാർ ആരായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ എഴുത്തുകാർക്ക് പോലും തൻ്റെ ഭാവനയിൽ നിന്ന് എന്തെങ്കിലും എഴുതി ചേർക്കാൻ ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് കഴിഞ്ഞു എന്ന് വരില്ല. ചരിത്രത്തിൽ പലരെക്കുറിച്ചും പലപ്പോഴും പറയുമ്പോൾ കേട്ടറിവും കണ്ടറിവും ഒക്കെ ഉള്ള നമ്മൾ എഴുതുകാർ കുറേയൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതുക സ്വാഭാവികമാണ്. പക്ഷെ ഉമ്മൻചാണ്ടി സാറ് എല്ലാവരുടെയും ഇടയിൽ സ്നേഹത്തിൻ്റെ, നല്ല മനസ്സിൻ്റെ ഒരു പ്രതീകമായി ജീവിച്ചു പോന്നു എന്നുള്ളതുകൊണ്ട് ആ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. റഫീഖ് പെരുമുക്ക് എത്രയോ വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥ പോലെ, ജീവിത അനുഭവങ്ങൾ പോലെ, ആത്മകഥ പോലെ എഴുതുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കോവിഡൊക്കെ വന്നപ്പോൾ അല്പം സാവകാശം വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഉമ്മൻചാണ്ടി സാറിനെക്കുറിച്ച് ഒരു മനോഹരമായിട്ടുള്ള പുസ്തകം പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം. സമയമേറെ പരിമിതിയാണ്, ദീർഘമായി ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കേറെ വഴികാട്ടിയും ഞങ്ങളെ ഏറെ സ്നേഹിക്കുകയും വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതലേ കൈപിടിച്ചുയർത്തിയ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ പുസ്തകം നമുക്കെല്ലാവർക്കും വായിക്കാനും പ്രചരിപ്പിക്കാനും കഴിയട്ടെ. റഫീഖ് പെരുമുക്ക് അറിയപ്പെടുന്ന ഒരു മികച്ച ഗ്രന്ഥകാരന്മാരിൽ തലത്തിലേക്ക് ഉയർന്നു വരുവാൻ ദൈവം അദ്ദേഹത്തിൻ്റെ തോലിക്ക് ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് നമുക്കേറെ ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി പ്രഗത്ഭനായ ശ്രീ കെ ജയകുമാർ IAS ആണ്.
അദ്ദേഹത്തെ അതിന് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, പ്രിയപ്പെട്ട ഡോക്ടർ മറിയ ഉമ്മൻ, ഡോക്ടർ ജയരാജ്, സ്വാഗതം ആശംസിച്ച ശ്രീ മണികണ്ഠൻ, ഈ പുസ്തക രചയിതാവായിട്ടുള്ള ശ്രീ റഫീഖ് പെരുമുക്ക്, എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ടവരെ, ഈ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണപാഠം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണപാഠം എന്തെന്ന് വെച്ചാൽ അരമണിക്കൂർ കൊണ്ടും പുസ്തക പ്രകാശനം നടത്താം എന്ന സന്ദേശമാണ് ഇതിലെ ഏറ്റവും വലിയ പാഠം. നമ്മൾ ഈ പ്രസ് ക്ലബിലൊക്കെ പോയിട്ട് 50 പേജുള്ള പുസ്തകം പ്രകാശിപ്പിക്കാൻ ഏതാണ്ട് 2.5 മണിക്കൂർ എടുത്തിട്ടുള്ള കഥകൾ ഞങ്ങൾക്കൊക്കെ അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ എത്ര വലിയ പുസ്തകമാണെങ്കിലും അരമണിക്കൂർ കൊണ്ട് നമുക്കതിൻ്റെ പ്രമുക്തി നിർവഹിക്കാം എന്ന സന്ദേശം പിന്നെ എഴുത്തുകാർക്കും പ്രസാധകർക്കും ഞങ്ങളെപ്പോലുള്ള പുസ്തക പ്രകാശന വീരന്മാർക്കും എല്ലാം കൊടുക്കുന്നത് വളരെ നന്നായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനർത്ഥം നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന് അതിന് ഗൗരവമില്ലെന്നോ അതിന് പ്രാധാന്യമില്ലെന്നോ അല്ല. ദീർഘിപ്പിച്ചതുകൊണ്ട് പ്രാധാന്യം വർദ്ധിക്കുന്നില്ല, ചുരുക്കുന്നതുകൊണ്ട് പ്രാധാന്യം കുറയുന്നുമില്ല. ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയുള്ള ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ എന്തുകൊണ്ടും ഒരു വൈകാരികമായ അർഹത എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ വാസ്തവത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഷാർജ ബുക്ക് ഫെയറിൽ പോയിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം അവിടെ നിന്ന് ഞാൻ മടങ്ങി വന്നയാളാണ്. രാവിലെ അവിടെ എത്തി, ഇന്നലെ വൈകിട്ട് ഞാൻ പോയി, ഇന്ന് വെളുപ്പിന് ഇവിടെ എത്തി. അവിടെ പുസ്തക പ്രകാശനം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയുള്ള ഒരു പുസ്തകം പ്രകാശിപ്പിക്കുമ്പോൾ എനിക്കവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്. ഔദ്യോഗികമായി അദ്ദേഹത്തെ അറിയാം, വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയാം. ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി, ഞാനൊരു എളിയ പ്രവർത്തകനായി നടക്കുന്ന കാലം തൊട്ട് എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ അറിയാം. ഞാൻ രാഷ്ട്രീയത്തിലൊന്നും കൈവച്ചിട്ടില്ല ഉള്ള ആളാണ് അല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഉള്ള ചില ബന്ധങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ സർവീസിൻ്റെ അവസാന ഘട്ടത്തിൽ IAS റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് 1 വർഷത്തിന് താഴെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്ന് മാത്രമല്ല, അതിനു മുമ്പ് ആ ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോൾ ഞാൻ അന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ്. ഞാനതിനെപ്പറ്റി എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും പിന്നെ DGP ഒക്കെയാണ് ഒരു ഗവൺമെൻറ് മാറി വരുമ്പോൾ ഉള്ള ആദ്യത്തെ കത്തി വീഴുന്ന ആളുകൾ. അപ്പോൾ ഞാൻ മറ്റൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാനും അന്നത്തെ DGPയും കൂടി ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ പോയി അഭിനന്ദനമെല്ലാം അറിയിച്ചു. ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് കാര്യമായിട്ടും കുറച്ച് കളിയായിട്ടും ചോദിച്ചു, സാർ എപ്പോഴാണ് ഞങ്ങളെ മാറ്റുന്നത് എന്ന് ചോദിച്ചു. കാരണം മാറ്റുക എന്നുള്ളത് നാട്ടു നടപ്പാണ്. കാരണം ആഭ്യന്തരമന്ത്രിയെ ഒരു ആഭ്യന്തര സെക്രട്ടറി, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറിയെ സാധാരണ വെച്ചുകൊണ്ടിരിക്കുകയല്ല. നമുക്ക് കുഴപ്പമൊന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതൊരു നാട്ടു നടപ്പാണ്, മാറ്റും. അപ്പോൾ ഞങ്ങൾ എപ്പോഴാണ് മാറ്റുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. പറഞ്ഞ് അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മാറ്റുന്നത്? നിങ്ങൾ നല്ല ഉദ്യോഗസ്ഥന്മാർ, യു വിൽ കണ്ടിന്യൂ, നിങ്ങൾ തുടർന്നെന്ന് മാത്രമല്ല, പിന്നീട് ഞാൻ ആ ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി ആയിട്ടും ജോലി ചെയ്യാൻ സാധിച്ചു. അത് മാത്രമല്ല, വേറെ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി. സാധാരണ ഒരു ഉദ്യോഗസ്ഥനായാൽ മാത്രം കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് അദ്ദേഹം അന്ന് സുതാര്യ കേരളം എന്നൊരു പരിപാടി നടത്തിയിരുന്നു, ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ആ ഫോൺ ഇൻ പ്രോഗ്രാമിൽ ആങ്കറായിട്ട് എന്നെയാണ് തുടക്കം മുതൽ, ഞാൻ ഹോം സെക്രട്ടറിക്ക് ആകുന്നതിന് മുമ്പ് തന്നെ ഞാനതിൻ്റെ ഒരാളായിട്ട് എല്ലാ ദിവസവും എല്ലാ വ്യാഴാഴ്ചയും മറ്റാണ് റെക്കോർഡിങ് തോന്നും. അപ്പോൾ ലൈവായിട്ട് ആളുകളെ വിളിക്കും, അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കും. ചിലതിനൊക്കെ മറുപടി കൊടുക്കാൻ സാധിക്കും, ചിലതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ 2-3 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഈ ജോലിയിൽ ഇരുന്നു. എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഗതി, ഒരു പരാതിയുമായിട്ട് തൻ്റെ മുന്നിലെത്തുന്ന ഒരാൾ, അയാൾ ആരായാലും തിരക്കേടില്ല, അയാളുടെ ജാതി മത രാഷ്ട്രീയം ഒന്നും അറിയേണ്ട കാര്യമില്ല. ഒരാൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള മുമ്പിൽ എൻ്റെ മുമ്പിൽ ഒരു പരാതി ഉന്നയിച്ചാൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ഈ പൊതുജീവിതത്തിൽ നിൽക്കുന്നത് എന്ന അടിയുറച്ച ബോധ്യത്തോടു കൂടിയിട്ട് മാത്രമേ
ഈ ഓരോ ചോദ്യത്തിനും അദ്ദേഹം, അല്ലെങ്കിൽ ഈ വന്ന ഓരോ കേസിനും അദ്ദേഹം പെരുമാറിയിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമായിരിക്കും. നിയമം നമ്മളതിന് അനുവദിക്കുകയില്ല. അവരോട് അനീതി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിയമപ്രകാരം നമുക്ക് സഹായിക്കാൻ സാധ്യമല്ലാത്ത കേസിൽ എന്നോട് ചോദിക്കും, നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് 1 ലക്ഷം രൂപയും കൊടുത്താലോ? ഞാൻ പറയാം, അതല്ലല്ലോ സാർ ചോദിച്ചു, നമ്മൾ വെറുതെ കൊടുത്തിട്ട് പിന്നെ എന്നാലും അതങ്ങ് കൊടുക്കാം അല്ലേ? കൊടുത്തിരിക്കും. ചുമ്മാ വിടുന്ന പ്രശ്നമേ ഇല്ല. കാരണം അല്ലാതെ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവില്ല. എൻ്റെ അടുത്തൊരു പ്രശ്നവുമായിട്ട് വന്നിട്ട് ഒരു പരിഹാരമില്ലാതെ ഒരാൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലെ വ്യക്തിത്വത്തിന് എന്തോ ഭംഗമേൽക്കുന്നത്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പേരെടുക്കാനല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുവദിക്കുകയില്ല. നമ്മൾ പിന്നെ മഹാകവി കുഞ്ചൻ നമ്പ്യാർ മണിപ്രവാളത്തിൽ ഇതിനകത്ത് ശ്രീകൃഷ്ണ എന്താണ് മണിപ്രവാളത്തിൽ ഒരു വരിയുണ്ട്. അതിവിടെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വരി ഞങ്ങളെപ്പോലുള്ള കവികൾക്ക് വേണ്ടപ്പെട്ട വരിയാണ്. അദ്ദേഹം പറയുന്നത്, ദാരിദ്ര്യം എന്തെന്നറിഞ്ഞവർക്കേ പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നൊരു വരി. അപ്പോൾ ഈ തന്നെ പരക്ലേശ വിവേകം, ആ വാക്ക് വാസ്തവത്തിൽ നമുക്കൊരു പ്രബന്ധം എഴുതാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷിൽ ഈ പരക്ലേശ വിവേകം എന്നുള്ളതിന് വാക്കൊന്നുമില്ല, എമ്പതി എന്നേ ഉള്ളൂ. എന്നാൽ ആ പരക്ലേശ വിവേകം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ മുമ്പിൽ വരുന്ന ഒരാളിൻ്റെ ക്ലേശം, ഞാനായിരുന്നു ആ ക്ലേശം അനുഭവിക്കുന്നതെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് തൽക്ഷണം അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ളൊരു വലിയ മനസ്സായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ വ്യത്യസ്തനാക്കിയത്. അത് അദ്ദേഹത്തിന് അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അദ്ദേഹം അത് അങ്ങനെ തന്നെ തുടർന്നിരുന്നു എന്നുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള മാനവികത, മനുഷ്യസ്നേഹം, മറ്റൊരാളെ തൻ്റെ സഹോദരനായി കാണാനുള്ള ഒരു വലിയ ഹൃദയവിശാലത, ആ അർത്ഥത്തിൽ അദ്ദേഹം ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരനാണെന്ന് പോലും ഞാൻ പറയാം. കാരണം ക്രിസ്തു അങ്ങനെയാണല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു പരിപാടിയിൽ, പിന്നെ സമയമുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ ഒരു പരിപാടിയിൽ, അന്നത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ്. ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിലൂടെ VJT ഹാളിൽ ഞാൻ സ്വാഗതം പറയാൻ കയറുകയാണ്. ഗവൺമെൻറ് വാർഷികമോ എന്തോ ആണ്. അപ്പോൾ ഞാനൊരു ബൈബിളിലെ ഒരു കഥ പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, ആവർത്തിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കഥയാണ്. യേശു ഇങ്ങനെ ശിഷ്യന്മാരോടും ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, എന്നെ ആരോ സ്പർശിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാം ചുറ്റും അങ്ങേ സ്പർശിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്ന് ശിഷ്യന്മാർ. അല്ല, എന്നെ ആരോ സ്പർശിച്ചു എന്ന് തോന്നുമ്പോൾ ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു വളരെ മോശപ്പെട്ട ഒരു രോഗം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ, ഈ യേശുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് രോഗശമനമുണ്ടാകണമേ എന്നുള്ള അതീവമായ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊട്ടതാണ്. ആ നിമിഷം അനേകം പേര് യേശുവിനെ തൊട്ടും തടവി നിൽക്കുന്നുണ്ട്. യേശു പറയുകയാണ്, someone has touched me, എന്നെ ആരോ സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അവരെ അനുഗ്രഹിച്ച് ഭേദമാക്കുന്ന ഒരു രംഗമുണ്ട്. ആയിരങ്ങളുടെ ഇടയിൽ പോലും ആവശ്യക്കാരൻ്റെ സ്പർശം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ക്രിസ്തു മനസ്സ്, അതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ മനസ്സ് എന്ന് ഞാൻ വിചാരിക്കും. അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നമുക്ക് എത്രയോ നേതാക്കന്മാർ നമ്മളെ വിട്ടുപോയാലും നമുക്ക് സങ്കടമുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരാളെ നമ്മൾ വളരെ അപൂർവമായി മാത്രമേ നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ, നേതൃമേഖലയിൽ കണ്ടിട്ടുള്ളൂ. അത് നിർവ്യാജമാണ് എന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹം എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. പക്ഷേ അടുത്തിടപഴകിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ മനോഭാവം നിർവ്യാജമാണ് എന്നും ഏച്ചുകെട്ടിയ മനോഭാവമല്ല. അദ്ദേഹത്തിന് ഇങ്ങനെ അല്ലാതിരിക്കാൻ സാധ്യമല്ല. അതാണ് അതിൻ്റെ വരും വരായികളൊന്നും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ വരികയും ചെയ്തുവല്ലോ, അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. മനുഷ്യരോട് ഇങ്ങനെ മാത്രമേ പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം കുറച്ച് സംസാരിക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി സംസാരിച്ച് തുടങ്ങിയിട്ട് അതിനെപ്പറ്റി 1.5 മണിക്കൂർ സംസാരിക്കുന്ന ഒരു ശുംഭനായി നിങ്ങൾ എന്നെ അടയാളപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്തെന്ന് ചോദിച്ചാൽ, ഒരാൾ മരണം അനിവാര്യമാണ്. മരണം ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. മാത്രവുമല്ല, ജീവിതത്തിന് ഇത്രയേറെ അഴക് കൊടുക്കുന്നത് ഈ മരണം എന്ന് പറയുന്ന ഡിനോമിനേറ്ററാണ്. അതില്ലെങ്കിൽ പിന്നെ മനുഷ്യജീവിതത്തിന് എന്ത് വില? ഉടയാത്തൊരു പാത്രത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ക്രിസ്റ്റലാണെങ്കിലല്ലേ നമ്മൾ തേച്ച് മിനിക്ക് വയ്ക്കും. അലൂമിനിയം ലോട്ടയാണെങ്കിൽ അവിടെ എടുത്തിട്ടേക്കില്ല. അതുപോലെ ജീവിതം അലൂമിനിയം ലോട്ടയല്ല, താഴെ വീണാൽ പൊട്ടുന്ന സ്ഫടികമാണ്. അപ്പോൾ പൊട്ടും, എല്ലാവരും പോകും. പക്ഷേ ഒരു വ്യക്തി പോയി കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കാൻ പിന്നെയും ആഗ്രഹിക്കുകയും ആ ഓർമ്മ കൊണ്ട് നമുക്കൊരു സന്തോഷമുണ്ടാവുകയും ചെയ്യുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ചിന്തയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒരു അന്തരീക്ഷം, ആ ഒരു മൂല്യ പരിസരം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതാണ്
നമ്മളെ വിട്ടുപോയ ഒരു മഹാനായ മനുഷ്യനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഭാവം അല്ലെങ്കിൽ ബഹുമാനം എന്നുള്ളത് അദ്ദേഹം കാണിച്ചു തന്ന മാനവികതയുടെ വഴിയിൽ എൻ്റെ ജീവിതത്തിൽ ഈ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൊണ്ട് എന്തൊരു മാറ്റമുണ്ടാക്കാൻ എനിക്ക് സാധിക്കും എന്ന് അന്വേഷിച്ചാൽ നമ്മളെ അന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഒരു വ്യക്തിയുടേതെങ്കിൽ ആ വ്യക്തി നമ്മുടെ ഇടയിൽ മഹിതമായ ജീവിതം നയിച്ച ആളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തൻ്റെ ജീവിതം കൊണ്ട് അനേകങ്ങളുടെ ജീവിതങ്ങളിൽ പ്രകാശം ചൊരിയുവാനും മരണയവനികയ്ക്കപ്പുറം പോയിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പ്രസരിക്കുന്ന ആ മാനവികത നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെയും വിമലീകരിക്കുവാൻ പ്രാപ്തമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹം രചിച്ച ഈ പുസ്തകം അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈവിധ്യഭാവങ്ങളെ കൂട്ടിയിണക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഈ ഒരു ആഗ്രഹം തോന്നി. ഈ പുസ്തകം എഴുതിയതിന് ഞാൻ അദ്ദേഹത്തെ ഇതിൻ്റെ റഫീഖ് പെരുമുക്കിനെ ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശിപ്പിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ എൻ ജയരാജ് ഗവൺമെൻറ് ചീഫ് വിപ്പ് സംസാരിക്കും. ചീഫ് വിപ്പിന് ഒരു വിപ്പ് സമയം കുറവാണ്. വിപ്പ് വരിക. കുന്നപ്പള്ളി അങ്ങനെ തമാശ നന്നായി പറയുന്ന ആരോഗ്യകരമായ തമാശ പറയുന്ന ഒരാളാണ്. പ്രിയപ്പെട്ട പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ കെ ജയകുമാർ സാറ്, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മണികണ്ഠൻ, അധ്യക്ഷനായ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് എൽബോസ് കുന്നപ്പള്ളി, ഡോക്ടർ മരിയ ഉമ്മൻ, ശ്രീ റഫീഖ്, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, 3 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഈ പുസ്തകത്തിന് ഇവിടെ ജയകുമാർ സാറ് പറഞ്ഞ പോലെ എനിക്ക് അതെൻ്റെ ഗുണം കൊണ്ട്, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗുണം കൊണ്ടാണ്. സ്വല്പം കൂടെ സമയം എടുത്തോളാം, അടുത്ത പ്രോഗ്രാമിന് ചെറിയ തടസ്സമുണ്ടപ്പോൾ. ഞാൻ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ സത്യത്തിൽ ഒറ്റ കാര്യത്തിന് വേണ്ടി ഇന്നിവിടെ നിന്നതാണ്, ഞായറാഴ്ചയായിട്ട്. കാരണം വേറൊന്നുമല്ല, എൻ്റെ അച്ഛനുമായിട്ട്, എൻ്റെ പിതാവുമായിട്ട് ദീർഘമായൊരു ബന്ധം. പിന്നീട് ഞാൻ ജനപ്രതിനിധിയായപ്പോൾ, കാരണം പുതുപ്പള്ളിയും എൻ്റെ മണ്ഡലവും തമ്മിൽ 4 കിലോമീറ്റർ അകലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് തൊട്ടേ ഞാൻ കാണുകയും ഒരുപാട് ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു ജനനേതാവാണ് ഉമ്മൻചാണ്ടി സാർ. എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, ഞാൻ സത്യത്തിൽ രാഷ്ട്രീയക്കാരനായി MLA ആയിട്ടൂടെ നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം ഞാൻ ആദ്യം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനകത്തെ ഒരു പഞ്ചായത്തും 8 വാർഡും പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലായി. ഞാൻ ഈ ഒരു അധ്യാപകനായി പ്രവർത്തിച്ചാണ്, രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് വന്നതാണ്. മത്സരിച്ചുകൊണ്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മേഖലയിലെല്ലാം വലിയ പരാജയം ഏറ്റുവാങ്ങി ഞാൻ ഏതാണ്ട് തുല്യമായി തോൽക്കുമെന്നുള്ളൊരു ഘട്ടമെത്തി. അപ്പോഴാണ് ഈ പുതുപ്പള്ളിയിലെ ഈ 8 പഞ്ചായത്തിലെ വാർഡുകളിലെ വോട്ടെണ്ണുന്നത്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 111 വോട്ടിന് ഞാൻ ജയിച്ചു. അങ്ങനെ ആദ്യത്തെ മത്സരത്തിൽ ജയിച്ചതുകൊണ്ട് മാത്രമാണ് പിന്നെ മത്സരിക്കാൻ തോന്നിയതും MLA ഒക്കെ ആയത്. അതുകൊണ്ട് ഒരു കാലത്ത് എനിക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും വിസ്മരിക്കാൻ കഴിയാത്ത, പക്ഷേ എനിക്ക് കിട്ടിയ വോട്ടല്ല കേട്ടോ, പുതുപ്പള്ളിക്കാർക്ക് എന്നെ പരിചയമൊന്നുമില്ല. ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയ വോട്ടാണ്. ഞാനന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതെന്ന് ഞാൻ പറയുകയായിരുന്നു. അന്ന് മുതൽ പിന്നീട് നമുക്കറിയാം, ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യത്തിൽ ആളുകൾ കടന്നു പോകുമ്പോഴേ ഈ പുസ്തക പ്രകാശന വേളയിലേക്കൊക്കെ ആൾക്കാർ നോക്കാറുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ ഇവിടോട്ട് അടുക്കുന്നുണ്ട്. ഇതുതന്നെയായിരുന്നു സാറിൻ്റെ ഒരു പ്രത്യേകത, ആരെയും തന്നോടൊപ്പം അടുപ്പിച്ച് നിർത്താനും. അത് ഇവിടെ ജയകുമാർ സാറ് പറഞ്ഞതുപോലെ ഒരാളെപ്പോലും ഞാൻ കണ്ടിട്ടുണ്ട്. പുതുപ്പള്ളി വീട്ടിൽ രാവിലെ ചെല്ലുമ്പോഴൊക്കെ ഈ ആളുകളിങ്ങനെ ഈ കത്തൊക്കെ പൊക്കിപ്പിടിക്കുകയാണ്. പക്ഷേ എത്ര തിരക്കിലാണെങ്കിൽ 2 കാര്യങ്ങളാണ്. എത്ര തിരക്കാണെങ്കിൽ ഞായറാഴ്ച അദ്ദേഹം വീട്ടിൽ കാണും. 2, വന്ന ഒരാളിനെ പോലും നിരാശപ്പെടുത്താതെ കാണാതെ മടങ്ങിപ്പോവുക എന്നുള്ള ഒരു പ്രശ്നമില്ല. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു അപകടം ഉണ്ടായ കാര്യം നിങ്ങൾക്കറിയാം. ആ സമയത്ത് അത് തിരിച്ച് നാട്ടിൽ വന്ന സമയത്താണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഈ നേറ്റീവോളം എന്ന് പറയുന്ന നാടൻ പന്ത് കളി അവിടുത്തെ ഒരു വലിയ ഹരമാണ്. അപ്പം മറ്റ് പ്രദേശത്തേക്കാൾ ഈ പുതുപ്പള്ളിക്കും എൻ്റെ നാട് കറുകച്ചാലിനുമൊക്കെ. അപ്പം സാറ് വന്ന സമയത്താണ്. അപ്പം അന്ന് ഉദ്ഘാടനമുണ്ട്, ഞാനുമുണ്ട്. അപ്പം നാട്ടുകാരുടെ ആവശ്യം അദ്ദേഹം ഇണ്ടനെന്ന് പറയും, അതൊരു കളിയുടെ ഒരു ഘട്ടമാണ്. ഇണ്ടനടിച്ച് അത് കാലുപൊക്കി അടിക്കേണ്ടതാണ്. അത് ഇണ്ടനടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ അസുഖം കഴിഞ്ഞ് വന്നിട്ട് അധികം കാലമായിട്ട് ഒരു വിദേശയാത്രക്കിടെ ഉണ്ടായ ഒരു അപകടമാണ്.
പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, സാധാരണ രീതിയിൽ ആരും സമ്മതിക്കുകയില്ല, ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, സാർ ഉടനെ പിന്നെ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇത് ശരിയല്ല, കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തിട്ടാണ് അവരുടെ ആളുകളുടെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു അസാധാരണമായൊരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ പെട്ടെന്ന് നിർത്താം, ഞാനെങ്കിലും ചില അനുഭവങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം ഇതൊക്കെ ഒരാളിനെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ MLA നിലയിൽ ട്രെയിനിൽ ഏത് കമ്പാർട്ട്മെൻറ്റിലും കയറാം, കൂപ്പണുള്ളതുകൊണ്ട് കയറാൻ നിന്നപ്പം ഞാനപ്പോൾ തിരക്കുള്ളതുകൊണ്ട് ഒരു AC കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് എടുത്ത് ചങ്ങനാശ്ശേരി. സാറും അവിടെ വന്നു. അപ്പോൾ ഞാനവിടുത്തെ സാറ് ഇതിനകത്ത് കാണുമെന്ന് ഓർത്ത് ഞാനും ഉണ്ടോ കൂട്ടരെന്ന് പറഞ്ഞു. അവിടെ എന്നോട് പറഞ്ഞില്ല, ഞാൻ AC-യിലല്ല, ഞാൻ സാധാരണ കമ്പാർട്ട്മെൻറ്റിലാന്ന് പറഞ്ഞു. സാറ് AC-യിലും ഞാൻ സാധാ കമ്പാർട്ട്മെൻറ്റ്, ഞാനുള്ള കൂട്ടത്തിൽ കയറി. സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇരുന്നപ്പോൾ തൊട്ടേ ആൾക്കാർ വന്ന് സെൽഫി എടുക്കാൻ തുടങ്ങി. ഈ സെൽഫി എടുക്കാൻ വരുന്നവരെല്ലാം അവർ സ്വഭാവക്കാരല്ല, വല്ലാത്ത ചില കക്ഷികളുണ്ട്. ചിലരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് അറിയാം അത്ര സുഖകരമല്ല എന്നുള്ളവർ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്, എന്ത് അപകടമാണ്, അവർക്ക് എടുത്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായ ചില പ്രശ്നങ്ങൾ പിന്നീട് ഒരുപക്ഷെ ഈ ഒരു സമീപനം എന്താണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അങ്ങനെയായിരുന്നു. ഒരു വളരെ അപൂർവതയുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ ഒരുപക്ഷെ ഞാനത് കഴിഞ്ഞ് ഒരിക്കൽ ചോദിച്ചു, എന്താണ് ഈ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്രമാത്രം. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, പ്രശ്നങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുള്ളൂ. ഞാനിപ്പം ഒരാളിനോട് പറഞ്ഞിട്ട് വരുന്ന വാചകമാണ്, പ്രശ്നങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും, നമ്മുടെ വഴിക്ക് പോകും. അല്ലാതെ പ്രശ്നത്തിൻ്റെ പുറകെ പോയാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനോ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനോ കഴിയുകയില്ല എന്ന് പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞത് അതൊരു ആപ്തവാചകമായി പിന്നീട് ജനപ്രതി എന്നതിൽ ഞാനും പിന്തുടരുന്ന കാര്യമാണ്. ഒരുപാട് ആളുകൾ പലതും പറയും. ഈ പറയുന്നതിൻ്റെയൊക്കെ പുറകെ മറുപടി പറയാൻ പോയാൽ നമ്മുടെ സമയം ഇവിടെ അതിനെ കാണത്തുള്ളൂ. നമ്മുടെ വഴിക്ക് നീങ്ങുക എന്നുള്ള അത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം നന്നതുകൊണ്ട്. എങ്കിലും എത്ര പറഞ്ഞാലും ഒരുപക്ഷെ എത്ര എഴുതിയാലും ഇതൊരു പുസ്തകം, കാലസാക്ഷി വേറൊരു പുസ്തകം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഒരു പാഠപുസ്തകമാണ്. ജീവിതത്തിന് ഒരുപാട് നന്മകൾ കാണിച്ച ഒരു വ്യക്തിത്വമാണ്. ആ ഇടപെടുന്ന ആളുകളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു അസാധാരണമായ സിദ്ധിവിശേഷമാണ്. അത് അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഏത് റേഞ്ചിലുള്ളവരോട് ഇടപെടുന്നതിനകത്തുണ്ടാകുന്നു, കുട്ടികളോടാണെങ്കിലും പ്രായമുള്ളവരോടും ആ വ്യത്യസ്തമായ വേവ് ലെങ്തിൽ ഇടപെടാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയാണ്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ സാറ് പറഞ്ഞതുപോലെ ചില ആളുകൾ മൺമറഞ്ഞു പോയി. ഈ ഓർമ്മകൾക്കൊരു പ്രശ്നമുണ്ട്. ഓർമ്മകൾ ഈ മഴവെള്ളത്തിൽ വരുന്ന പൂങ്കുന്തടിയുടെ പുറത്തിരിക്കുന്ന കാക്കകളെ പോലെയാണ്. അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ മറന്നു പോവുകയും കാക്ക പറന്നു പോവുകയും ചെയ്യും. പക്ഷേ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അങ്ങനെ മറന്നു പോകുന്ന ഒരാളല്ല, നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും പൊതുജീവിതത്തിലും വളരെയേറെ ധന്യമായ ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത, നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പുസ്തകം തയ്യാറാക്കാൻ പ്രിയപ്പെട്ട റഫീഖ് തയ്യാറായതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ മറിയ ഉമ്മൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ടവരെ, ജനനായകൻ എന്ന ഈ പുസ്തകം അവിടെ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച റഫീഖിനോടും ടെൽബ്രെയിൻ ബുക്സിനോടുമുള്ള നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിക്കട്ടെ. ഇതിൻ്റെ പേര് തന്നെ ജനനായകൻ. എനിക്ക് തോന്നുന്നത് അവർ കറക്റ്റായിട്ട് അപ്പയുടെ ജീവിതം മനസ്സിലാക്കി, അപ്പയെ മനസ്സിലാക്കിയിട്ട ഒരു പേര് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും അവരുടെ ഇടയിൽ നിൽക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ജയകുമാർ സാറ് പറഞ്ഞ പോലെ 100 പേര് നിന്നാലും ആയിരക്കണക്കിന് ആളുകൾ നിന്നാലും ആവശ്യക്കാരനെ അറിഞ്ഞ് മുമ്പോട്ട് പോകാൻ, അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരാൾക്കെങ്കിലും, അതിൽ ചെറുപ്പ വലിപ്പമില്ലാതെ ഒരാൾക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ അർത്ഥമെന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ പേര് വളരെ ആപ്റ്റാണ്. അപ്പോൾ അതിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും ഈ സഹായം ചെയ്യുക എന്നുള്ളത് ഒരു
രാഷ്ട്രീയക്കാരൻ്റെ, ഒരു പൊതുപ്രവർത്തകൻ്റെ, ഒരു ജനസേവകൻ്റെ ഡ്യൂട്ടിയാണ്. അതൊരിക്കലും ഒരു ഔദാര്യമല്ല, അത് നമ്മൾ ചെയ്ത കടമയാണ്. അപ്പം ആ ഒരു ആംഗിളിൽ എപ്പോഴും ഏതൊരാളെയും സ്പർശിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇതെൻ്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ആ നന്ദിയാണ് ജൂലൈ 18 തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബസ് യാത്ര, ആ 3 ദിവസത്തെ ബസ് യാത്ര, അതിനകത്തിരുന്ന എല്ലാവർക്കും അത് പലതും കണ്ടും കേട്ടും പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തർക്ക് അവരോരെ വിലയിരുത്താനുള്ള ഒരു അവസരമായിരുന്നു ആ ഒരു യാത്ര. ഒരു മനുഷ്യൻ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമായിരുന്നു, വലിയൊരു എക്സാമ്പിളായിരുന്നു അപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ബുക്ക്, ജലനായകൻ എന്ന ബുക്ക് റിലീസ് ചെയ്യും, ഇങ്ങനെ അപ്പയുടെ ജീവിതത്തെ പറ്റി എടുത്ത ടെൽബ്രെയിൻ ബുക്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥകാരൻ, പ്രിയപ്പെട്ട ഈ ടെൽബ്രെയിൻ ബുക്സിന് ചെയർമാൻ കൂടിയായ ശ്രീ റഫീഖ് പെരുമുക്ക് സംസാരിക്കും. ബഹുമാന്യരായ വേദിയിലെ വിശിഷ്ട അതിഥികളെ, ഒരു പുസ്തകം രചിക്കുക എന്ന ഒരു കർമ്മത്തിലേക്ക് കടക്കുമ്പോൾ അത് കഥയാണെങ്കിലും കവിതയാണെങ്കിലും ബയോഗ്രഫി ആണെങ്കിലും ചരിത്രമാണെങ്കിലും ഒക്കെ ഒരുപാട് പഠിക്കുകയും റെഫർ ചെയ്യുകയും യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. ജനനായകൻ എന്ന ഈ പുസ്തകം, ജനനായകൻ എന്ന പേര്, ആ പേര് പുസ്തകത്തിന് കൊടുക്കുന്നതിൽ അധികമൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവചരിത്രമായതുകൊണ്ട്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവചരിത്രം എഴുതണമെന്നൊരാഗ്രഹമുണ്ടാകുകയും അതിനുവേണ്ടി പുതുപ്പള്ളിയിൽ പോവുകയും സാറിൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ചില ആളുകളുമായി സംസാരിക്കുകയും അത് തുടങ്ങി വെക്കുകയും ചെയ്തത്. പിന്നീട് പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായതുകൊണ്ട്, കോവിഡും അതുമായി ബന്ധപ്പെട്ട പല യാത്രാ ബുദ്ധിമുട്ടുകളും അഭിമുഖങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം അത് നീണ്ടുപോവുകയും ആകസ്മികമായി നമ്മളൊക്കെ വലിയ പ്രയാസത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗവും ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ആ പുസ്തകം പൂർത്തീകരിക്കണം എന്ന് നിർബന്ധത്തോടു കൂടിയുള്ള യാത്രകളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഈ 152 പേജുള്ള ഒരു പുസ്തകത്തിലൂടെ പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇനി അങ്ങനെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഒരു നേതാവ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ നമുക്കൊരിക്കലും സംശയമില്ല. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ ആവേശത്തോടു കൂടി അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പല സമയത്തും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ് എന്ന് ആമുഖത്തിന് ഞാൻ പേര് നൽകിയതും. തീർച്ചയായും അതൊരു പാഠപുസ്തകമാണ്. ബഹുമാനനായ ജയകുമാർ സാർ പറഞ്ഞതുപോലെ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ, ജയരാജ് സാർ പറഞ്ഞതുപോലെയൊക്കെ അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള മാതൃക ഒരു തലമുറക്ക്, പുതിയ തലമുറക്ക് എങ്ങനെയാവണം ഒരു പൊതുപ്രവർത്തകന്, എങ്ങനെയാവണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും, എങ്ങനെയാവണം ഒരു ജനകീയ നേതാവ് എന്ന് കാണിച്ച് കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സാറ് വളരെ അത്യാവശ്യമായിട്ട് ഒരു പരിപാടിയിൽ പോകുന്നത് കൊണ്ടാണ് കുറച്ച് സമയം കൂടുതൽ തന്നു എന്നുള്ളത് കൊണ്ട് അത് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ പുസ്തകം രചിക്കുന്ന കാര്യത്തിൽ ഇറങ്ങി
പുറപ്പെടുന്ന സമയത്ത് ഒരുപാട് പേരുടെ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ വേദിയിൽ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഔപചാരികമായ കർത്തവ്യം. ധാരാളം മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ, ഉമ്മൻചാണ്ടി സാറുമായി പല തവണകളിലായി അഭിമുഖങ്ങൾ നടത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സംഭാവനകൾ, സാറിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയ ധാരാളം ആളുകളുടെ പുസ്തകങ്ങളുടെ റെഫറൻസ്, സാറിനെക്കുറിച്ച് സാറിൻ്റെ ആത്മകഥയായ കാലം സാക്ഷി, അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ ഈ പുസ്തക രചനയിൽ സഹായകരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പുതുപ്പള്ളിയിലെ പല വ്യക്തിത്വങ്ങളും അവരുമായി പല തവണകളിലായി ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി പോകാനും അവർ കൂടെ യാത്ര ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിലും പല ആളുകളുമായി സംസാരിക്കുവാനുമുള്ള ഒക്കെ അവസരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം ഈ പുസ്തകത്തിൻ്റെ അവസാന സമയങ്ങളിലൊക്കെ നിരന്തരം ധാരാളം ഫോട്ടോസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല ഇൻഫർമേഷൻ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതെല്ലാം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം, പ്രത്യേകിച്ച് മറിയ ഉമ്മൻ എന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപ്പെട്ട മകള്, അവരുടെയൊക്കെ സംഭാവന, അവരുടെയൊക്കെ സഹകരണം ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ ഔപചാരികമായ ഒരു നന്ദി പ്രകാശനം മാത്രമാണ് ഈ വേദിയിൽ ഉചിതം എന്ന് തോന്നുകയാണ്. ഈ വേദിയിലെ ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച ബഹുമാനനായ കെ ജയകുമാർ സാർ IAS മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഉമ്മൻചാണ്ടി സാറുമായി വളരെ അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിച്ച ആളായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ പ്രകാശന വേദിയിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങളേറെ ആഗ്രഹിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം സ്വീകരിക്കുകയും വേദിയിലെത്തുകയും പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അതിയായ സന്തോഷം അതുകൊണ്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വേദിയിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ ടെൽബ്രെയിൻ ബുക്സിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ പ്രകാശന ചടങ്ങിൽ പുസ്തകം സ്വീകരിച്ച ബഹുമാനായ N. ജയരാജ് സാർ, ഗവൺമെൻറ് ചീഫ് വിപ്പ്, അദ്ദേഹവും ഇങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ പുസ്തകമായതുകൊണ്ട് സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ ധാരാളം പരിപാടികളുമായി പങ്കെടുക്കുന്ന ആളുകളാണ്. MLA മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ ധാരാളം പരിപാടികളുടേതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ താല്പര്യവും ഞങ്ങളോടുള്ള സ്നേഹവും ഞങ്ങൾക്ക് അതിയായ നന്ദിയും കടപ്പാടുമുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന് ഈ വേദിയിൽ നന്ദി അറിയിക്കട്ടെ. ബഹുമാനനായ എൽദോസ് സാർ, അദ്ദേഹവും ഇന്നിവിടെ ഈ തിരുവനന്തപുരത്ത് വരേണ്ടതല്ല, ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് വേണ്ടി മാത്രം അദ്ദേഹം ഇവിടെ വന്നതാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഓരോ ആളുകളുടെയും സ്നേഹവും കടപ്പാടും തന്നെയാണ്. അദ്ദേഹം ആദ്യമേ വിളിച്ച സമയത്ത് തന്നെ സാറിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ എന്തായാലും നിർബന്ധമായി ഞാൻ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇതിനുവേണ്ടി മാത്രം ഇവിടെ വന്നു, പങ്കെടുത്തു, ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചു. അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപ്പെട്ട മകൾ ഡോക്ടർ മറിയ ഉമ്മൻ അവർകൾ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന പല സമയങ്ങളിലും പല രീതിയിലും ഈ പുസ്തകത്തോടൊപ്പം സഹകരിച്ചു. പല കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്ക് വേണ്ട ആവശ്യമായ ഫോട്ടോസുകളൊക്കെ സംഘടിപ്പിച്ചു തന്നു. അങ്ങനെ വളരെ താല്പര്യപൂർവ്വം ഈ വേദിയിൽ അപ്പയുടെ സ്മരണയിൽ ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട ഡോക്ടർ മറിയ ഉമ്മൻ അവർക്ക് ഞങ്ങളുടെ ടെൽബ്രെയിൻ ബുക്സിൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഈ വേദിയിൽ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട കെ മണികണ്ഠൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, ടെൽബ്രെയിൻ ബുക്സിൻ്റെ എഡിറ്റർ, ഈ പുസ്തകത്തിൻ്റെ രചനയിൽ, അതിൻ്റെ യാത്രകളിൽ, അതിൻ്റെ ഓരോ മേഖലയിലും ഒപ്പം നിന്ന് കൂടെ നിന്ന് പുസ്തകം പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ അവസാനം വരെ ഉണ്ടായി. പ്രിയപ്പെട്ട ടെൽബ്രെയിൻ ബുക്സിൻ്റെ എഡിറ്റർ, പ്രിയ സുഹൃത്ത് മണികണ്ഠനും ഈ വേദിയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട് ഈ പുസ്തകത്തോടൊപ്പം സഹകരിച്ച. പ്രിയപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന മോട്ടിവേഷൻ ട്രെയിനറായിട്ടുണ്ട് മോൻസി വർഗീസ് അവർകൾ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് ഇവിടെ എത്താതിരുന്നത്. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ അവസാന സമയങ്ങളിൽ
പുസ്തകത്തിൻ്റെ രചനയുടെ അവസാന സമയങ്ങളിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ച അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സുഹൃത്തുക്കളായ ധാരാളം ആളുകൾ ഇതുമായി സഹകരിച്ച ആളുകളുണ്ട്. അലക്സ് വി ചാണ്ടി സാറ്, അതുപോലെ തന്നെ കെ എ എബ്രാഹാം എന്ന പാപ്പിച്ചൻ സാറ്, അതുപോലെ ജെയിംസ് കുന്നപ്പള്ളി സാറ്, ഫിൽസൺ മാത്യു സാറ്, അതുപോലെ ഷീൻസ് പീറ്റർ, തമ്പാച്ചൻ പുന്നശ്ശേരി, ചെറിയാൻ വർഗീസ് സാറ്, ബെന്നിച്ചൻ കുന്നേറ്റുകാർ, അങ്ങനെ ധാരാളം ആളുകൾ ഈ പുസ്തകത്തിലേക്ക് ഫോട്ടോസുകൾ തന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫർ പി മുസ്തഫ കോഴിക്കോട്, ജീമോൻ ജോർജ് പുതുപ്പള്ളി, അതുപോലെ തന്നെ ശോഭ സുബിൻ എന്ന് പറയുന്ന അദ്ദേഹം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞങ്ങളിവിടെ അറിയിക്കുന്നു. ഈ വേദിയിൽ പങ്കെടുത്ത ഓരോ ആളുകൾക്കും, ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സഹകരിച്ച ഓരോ വ്യക്തികൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി. ജയ് ഹിന്ദ്. ഈ യോഗ നടപടികൾ അവസാനിക്കുമ്പോൾ ഗ്രന്ഥകാരൻ റഫീഖ് പെരുമുക്കിനും നന്ദി പ്രകാശിക്കും. നന്ദി സർ. പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കുചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും നിയമസഭാ സെക്രട്ടറിയേറ്റ് നന്ദി രേഖപ്പെടുത്തുന്നു.